പറമ്പിൽ യുവതിയെ പീഡിപ്പിച്ചതിന് തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പൂജാരി അറസ്റ്റിൽ. ടി.എ. അരുണിനെ വെലന്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരനായി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം. ഞാൻ ഈ കാണിച്ച മഹാനായ വ്യക്തി എല്ലാവരും കണ്ടല്ലോ. ഇദ്ദേഹം ഒരു പൂജാരിയാണ്. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ദേവസ്വം ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ്. അരുൺ എന്നാണ് പേര്. ഇദ്ദേഹത്തിന്റെ കുലിസിത പ്രവർത്തികളാണ് ഇപ്പോൾ ന്യൂസ് ചാനലിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നത്. കർണാടക സ്വദേശിയായ ഒരു യുവതിയുടെ പരാതി കിട്ടിയിട്ട് ഇദ്ദേഹത്തെ തൂക്കിയെടുത്തോണ്ട് പോയിട്ടുണ്ട് പോലീസ്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കൂടുതലും പ്രമോഷനൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്ര ഫേമസ് ആയ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മളെല്ലാവരും പോകുന്ന വെച്ചാൽ ആരെങ്കിലും പറയുന്നതും എല്ലാം കേട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കാര്യം സാധിക്കാൻ വേണ്ടി 24,000 രൂപയൊക്കെയാണ് പൂജയ്ക്ക് ഇവർ വാങ്ങുന്നത്. ഈ യുവതിയും 24,000 രൂപ പൂജയ്ക്ക് വേണ്ടി കൊടുത്തിരുന്നു. പൂജ മാത്രമല്ല, വേറെയും ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. യുവതിക്ക് പിന്നെ രാത്രി മെസ്സേജ് അയക്കുന്നു. ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും എല്ലാം പറഞ്ഞ് മെസ്സേജായി. ഹൗ ആർ യു നിരന്തരം മെസ്സേജാണ്. ഈ യുവതിയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ പൂജാരിനെ യുവതി ബന്ധപ്പെടുന്നത് കുടുംബ പ്രശ്നത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്പറൊക്കെ കിട്ടി, കോളായി, വീഡിയോ കോളായി, തുണിയില്ലാത്ത വീഡിയോ കോൾ. ആദ്യം യുവതി വഴങ്ങുന്നില്ല. അതിനുശേഷം മക്കളെ അപായപ്പെടുത്തുന്നു പറഞ്ഞ ഭീഷണിയായി. ഞാൻ പൂജ ചെയ്ത് മക്കളെ അപായപ്പെടുത്തുന്നു. അങ്ങനെ യുവതി ഇതിനെല്ലാം വഴങ്ങുന്നു. പിന്നെ കേരളത്തിലേക്ക് വിളിപ്പിക്കുന്നു. ബഹു കേമനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പൂജാരി. ഞാൻ അതല്ല ചിന്തിക്കുന്നത്. ഈ യുവതി എന്താ പൊട്ടിയായിരുന്നു? ഇപ്പം കൊടുത്ത പരാതി എന്തുകൊണ്ട് ആദ്യം കൊടുത്തില്ല? എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് പരാതിയായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു നോർമൽ പൂജാരി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സംസാരിക്കുകയാണെങ്കിൽ തന്നെ എന്ത് പൂജയാണ് ചെയ്യുന്നത്, ആ പൂജയെ സംബന്ധിച്ച വിവരം മാത്രമാണ് ചോദിക്കുക. അപ്പം തന്നെ ഈ പൂജാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഇതുപോലെയൊക്കെ സംസാരം ഫീൽ ചെയ്തെങ്കിൽ അപ്പം തന്നെ പരാതി കൊണ്ട് കൊടുക്കാമായിരുന്നല്ലോ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനമാണ് പരാതിയായിട്ട് പോയിരിക്കുന്നത്. ഇവരൊരു വോയിസ് റെക്കോർഡ് ഉണ്ട്, അതൊന്ന് നമുക്ക് കേൾക്കാം. ஹலோ ஹலோ சார். சொல்லுங்கள் சார். நான் இங்கே ஆஃபீஸில் வெளியில் வந்தேன் இப்போ. சௌக்கியமா? சௌக்கியம் சார். சாய் சாப்பிட்டா? இப்போ எப்போ வருது இங்கிட்டு? நான் ஃப்ரைடே ஈவினிங்கு வரேன். ഫ്രൈഡേ ഈവനിംഗ്? വിത്ത് ഫ്രണ്ടാ? കേട്ടില്ലേ? അവളെ ഭാഗത്തും തെറ്റുണ്ട്. അവനങ്ങ് കൊഞ്ചി കുഴയുമ്പോഴത്തേക്കും അതിലങ്ങ് വീണ് പോയിരിക്കുക. ഇതുപോലെയൊക്കെ 4 വർത്താനം പറയുമ്പോൾ വായടപ്പിക്കാനുള്ള കഴിവെന്താ അവക്കില്ലായിരുന്നു? അപ്പം തന്നെ കൊണ്ട് കേസ് കൊടുക്കാമായിരുന്നല്ലോ അവൾക്ക് വേണമെങ്കിൽ. இல்லை இல்லை, எனக்கு ரூம் எல்லாம் அங்கே தெரியாது. இல்லை இல்லை, என் கூட தான் வருது. ಫ್ರೆಂಡು ನಾ 2 പേര് தான் வருது. ടോട്ടൽ 2 പേരാ? ടോട്ടൽ 2 പേര് വരുന്നത്? ஆமாம் ஆமாம். ട്രെയിനാ വരുന്നത്? ട്രെയിനിൽ. റൂം എടുക്കില്ല? എടുത്തില്ല. ഇങ്ങ വന്ന് എടുക്കും? ஆமாம் ஆமாம். ഓക്കെ. அந்த ഫ്രൈഡേ നൈറ്റ് ഇങ്ങ എത്തുമോ? ഇല്ല, ഫ്രൈഡേ നൈറ്റും ഇങ്ങ് ട്രെയിനും. ഇവനെപ്പോലെ കുറേ എണ്ണങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇതിലൊക്കെ ചെന്ന് തലയിടുന്ന കുറേ വിവരദോഷികളായ സ്ത്രീകളുണ്ട്. അവൻ്റെ മുഖം കണ്ടാലും മതി. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു നോർമൽ പൂജാരി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും റെസ്പെക്റ്റ് ആയിരിക്കും. കാരണം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു, പൂജ ചെയ്യുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും റെസ്പെക്റ്റ് ആയിരിക്കും. ഇതൊക്കെ എന്താ? ഇവനെപ്പോലുള്ള ഓരോരുത്തന്മാരുണ്ടായ പോരെ ബാക്കിയുള്ളവരും കൂടി ചീത്തപ്പേര് കേൾപ്പിക്കാൻ. ഇതിൻ്റെ ഒരു പ്രമോഷൻ വീഡിയോ ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം.
കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു പൂജാരി എന്നൊക്കെ പറഞ്ഞാൽ പുരുഷന്മാരുടെ അടുത്ത് കുറച്ച് അധികം സംസാരിച്ചാലും സ്ത്രീകളുടെ അടുത്ത് അവർ നല്ല രീതിയിലായിരിക്കും പെരുമാറുകയും അധികം സംസാരിക്കുകയൊന്നുമില്ല. ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും എല്ലാ ആൾക്കാർക്കും ഉണ്ടായിട്ട് പോലും ഈ കാലഘട്ടത്തിലും ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നുണ്ടല്ലോ മനുഷ്യന്മാർ. കഷ്ടം തന്നെ.